ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം, എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്ക നീ, നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസംശയം. യുദ്ധമാകരണെ ഞാൻ വീണ്ടുപോയി ചെന്നു പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്ത് നിങ്ങളെ ഒക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാൽ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരുമോ? ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സെ ചിന്തിച്ചോരോ തരം താപസന്മാതെന്നരുളുന്നതിക്കുന്നു. താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതബോധനം സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തകരണവും തെത്വാധനുഷരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ. പാദസന്നിധോ ദുർഗതി സാഗരെ മക്തനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത സ്ഫടിതം പാദാന്തികെ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു, ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠ തേ സന്തതം സ്വസ്ത്യസ്തു സിദ്ധശുദ്ധി സദൈവാസ്തുതേ. സദ്യഫലം വരും സജ്ജന സംഗമാം വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്ക് അതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മനസ്സേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദുജാധിപൻ ആനിവൻ ദിവ്യജനത്താൽ ഉപേക്ഷിനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദൃഷ്ടോഭിവ. മോക്ഷണമാർഗോപദേശ രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന. ഇത്തമുക്വാ രാമനാമവർണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാൽ നിത്യം രാമരേത്യവും ജപിക്ക നീ. ചിത്തമേകാഗ്രമേകാക്കി കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ട് വരുവോളം പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. ഇത്തമനുഗ്രഹം തത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപതാകവിച്ചീടിനാർ. തത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ഭാഗ്യവും. താപസേന്ദ്രന്മാര് വന്നെഴുന്നള്ളിനാർ. ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനേനാശുക ആകൂതരാൽ. വാൽമീകി മധ്യതോ നിന്നു ജനിക്കയാൽ അഭിധാനവും ചെയ്താൽ. വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുൻ ആത്മായവേദിയാൽ ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി. മുനികളും അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാനിങ്ങനെയായി ചമഞ്ഞേടിനേൻ. ഇന്നു സീതാസുമിത്രാൽപജന്മാരോടും നിന്നെ മുതാ കാൺമതിനവകാശവും വന്നതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം പ്രാണായ മൂലം വിമുക്തനായേനഹം. ത്രാണ നിഗുണ ത്രിദശകുലപതേ സീതയാ സാധം വസിപ്പതീനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവാൻ ഞാൻ തോന്നാലുമെന്നെഴുന്നള്ളി ഞാൻ അന്തികെ. ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി ചിത്രകൂടാചല ഗംഗയോരന്തരാം ചിത്രമായൊരുടജം തീർത്തു മഹാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറു അക്ഷവിമോഹനനായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെ ഇരിക്കുന്നരുൾ ചെയ്തു. മന്മഥ തുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാൽപനാമൊരു വീടിനാൽ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായ സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൽ. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ മന്ത്രിപരനാം സുമന്ത്രരുമേറിയോർ അന്തഃസുജാ ചെന്നയോധ്യ പൂക്കീടിനാൽ. വസ്ത്രേണ വക്ത്രവും ആച്ഛാദ്യ കണ്ണുനീരഭ്യമിറ്റിറ്റു വീണും തുടച്ചു മത്തേരവും അത്തേരും പുറത്തുഭാഗത്തു നിർത്തിച്ചെന്നു. ധീരതയോർദ്രപനെ വണങ്ങിനാൽ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യബുധേ ജയ
കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രാജിതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാൽപജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ? നിർലജ്ജനായ ദീപാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയം. ഹാ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനേ വാരേ മിഥിലജി. ദുഃഖം മുഴുത്തു ഭരിപ്പാൻ തുടങ്ങുന്ന